ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 12ാമത്തെ വീഡിയോ ആണിത്. 276ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ഫിറ്റിങ്ങിന് എന്താണ് ഉപയോഗിക്കുന്നത്? മെഷർമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു വസ്ത്രം മനോഹരമായി കാണണമെങ്കിൽ അതിൻ്റെ ഫിറ്റിംഗ് ഭയങ്കര കൃത്യമായിരിക്കണം അല്ലേ? അപ്പോൾ ഒരു വസ്ത്രത്തിൻ്റെ ശരിയായ ഫിറ്റിംഗ് പ്രധാനമായിട്ടും ശരിയായ ശരീര അളവുകൾ എടുത്താലാണ് നമുക്ക് കിട്ടുള്ളൂ. ഉദാഹരണത്തിന് നമുക്കറിയാം, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, ഷോൾഡർ, സ്ലീവിൻ്റെ ലെങ്ത്ത്, ആം ഹോൾ ഡെപ്ത്ത് തുടങ്ങിയ എല്ലാ അളവുകളും കൃത്യമായി എടുത്താൽ മാത്രമേ ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രം തയ്യാറാക്കാനായിട്ട് കഴിയുള്ളൂ. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഫാഷൻ, കൺസ്ട്രക്ഷൻ, പാറ്റേൺ മേക്കിംഗ്. ഫാഷൻ എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ പുതിയ ശൈലിയെയോ ട്രെൻഡിനെയോ സൂചിപ്പിക്കുന്നതാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വസ്ത്രം തുന്നി നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്ന അളവുകൾ അടിസ്ഥാനമാക്കി പാറ്റേൺ തയ്യാറാക്കുന്ന പ്രക്രിയയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 277. ഡിസൈൻ സ്റ്റൈൽ ലൈൻ ഒന്നും ഇല്ലാത്തത് ഏതാണ്? ബ്ലോക്ക് പാറ്റേൺ ആണ് അല്ലേ? ബ്ലോക്ക് പാറ്റേൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബേസിക് പാറ്റേൺ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അടിസ്ഥാന അളവുകളെ മാത്രം ബേസ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇതിൽ ഡിസൈൻ ലൈനോ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഘടകങ്ങളോ അല്ലെങ്കിൽ സ്റ്റൈൽ മാറ്റങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതൊരു ഫൗണ്ടേഷൻ പാറ്റേൺ ആണ്. അതായത് പിന്നീട് വിവിധ ഡിസൈനുകൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന മാതൃകയാണ് ഇത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഗ്രേഡഡ് പാറ്റേൺ, ടെസ്റ്റഡ് പാറ്റേൺ, വർക്കിംഗ് പാറ്റേൺ. ഗ്രേഡഡ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പാറ്റേൺ വിവിധ സൈസുകളിലേക്ക് മാറ്റിയ പാറ്റേണിനെയാണ് പറയുന്നത്. ടെസ്റ്റഡ് പാറ്റേൺ എന്ന് പറയുന്നത് പരീക്ഷിച്ച് ശരിയാണെന്ന് ഉറപ്പാക്കിയ പാറ്റേണിനെയാണ് പറയുന്നത്. വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന അന്തിമ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേണിനെയാണ് പറയുന്നത്. ഇതിൽ നോച്ച് മാർക്കുകൾ, സീം അലവൻസ്, ഗ്രെയിൻ ലൈൻ, പ്ലാക്കറ്റ്, പോക്കറ്റ്, മറ്റ് നിർമ്മാണ വിവരങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 278. മുഴുവൻ വസ്ത്രത്തിൻ്റെ ഔട്ട്ലൈൻ എന്താണ് വിളിക്കുന്നത്? സില്ലട്ട് എന്നാണ് വിളിക്കുന്നത്. സില്ലൗട്ട് എന്ന് പറയുന്നത് ഒരു വസ്ത്രത്തിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന മൊത്തത്തിലുള്ള ആകൃതിയെയോ ഓവറോൾ ഷേപ്പ് അല്ലെങ്കിൽ പുറം രേഖ, അതായത് ഔട്ട്ലൈനെയാണ് സൂചിപ്പിക്കുന്നത്. സില്ലൗട്ട് വസ്ത്രത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഡിസൈൻ വിശദാംശങ്ങൾ കാണാതെ അതിൻ്റെ പുറം രൂപം മാത്രം നോക്കുമ്പോൾ ലഭിക്കുന്ന ആകെയുള്ള രൂപത്തിനാണ് നമ്മൾ സില്ലൗട്ട് എന്ന് പറയുന്നത്. ഇനി അതായത് എക്സാമ്പിൾ, ഒരു ഗൗണ് ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അത് എ ലൈൻ ആണോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആണോ, പ്രിൻസസ് ലൈൻ ആണോ, ബോൾ ഗൗൺ ആണോ എന്നൊക്കെ അതിൻ്റെ ഷേപ്പ് ഇതാണോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയില്ല. ഇതിനെയാണ് നമ്മൾ സില്ലൗട്ട് എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ടെക്സ്ചർ, സ്റ്റൈൽ, ഡിസൈൻ. ടെക്സ്ചർ എന്ന് പറയുന്നത് തുണിയുടെ സർഫേസിൻ്റെ അല്ലെങ്കിൽ ഉപരിതലത്തിൻ്റെ സ്വഭാവത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് മൃദുവാണോ അല്ലെങ്കിൽ റഫാണോ അല്ലെങ്കിൽ ഷൈനിങ് ഉള്ളതാണോ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു വസ്ത്രത്തിൻ്റെ പ്രത്യേക രൂപകൽപ്പനയെയോ ഫാഷൻ രീതിയെയോ സൂചിപ്പിക്കുന്നതാണ്. അതായത് കാഷ്വൽ സ്റ്റൈൽ, ഫോർമൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. ഡിസൈൻ എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിൻ്റെ സമഗ്രമായ രൂപകൽപ്പനയാണ് പറയുന്നത്. അതായത് ഇതിൽ നിറം, ലൈൻസ് അല്ലെങ്കിൽ രേഖകൾ, ആകൃതി, ഷേപ്പ്, അലങ്കാരം, അതുപോലെ തന്നെ ടെക്സ്ചർ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒന്നാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 279. വെർട്ടിക്കൽ മെഷർമെൻറ്റിൻ്റെ ഉദാഹരണം ഏതാണ്? ഉദാഹരണ ഓപ്ഷൻസിലെ ക്രോച്ച് ഡെപ്ത് ആണ്. വെർട്ടിക്കൽ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക്, അപ്പ് ആൻഡ് ഡൗൺ എന്നർത്ഥമാണ് വരുന്നത്. അതായത് ശരീരത്തിന് നീളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അളവുകളെയാണ് നമ്മൾ വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്രോച്ച് ഡെപ്ത് എന്ന് പറയുന്നത് ഒരാൾ നേരെ ഇരിക്കുമ്പോൾ അവരുടെ വേസ്റ്റ് ലൈനിൽ നിന്ന് ഇരിക്കുന്ന സർഫേസ് വരെയുള്ള വെർട്ടിക്കൽ അളവിനെയാണ് നമ്മൾ പറയുന്നത്. ട്രൗസർ, പാൻറ്, സൽവാർ തുടങ്ങിയ വസ്ത്രങ്ങൾ തയ്യാറാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു അളവാണ് ഈ ക്രോച്ച് ഡെപ്ത് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള എക്രോസ് ബാക്ക്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് ഗിർത്ത് നോക്കാം. എക്രോസ് ബാക്ക് എന്ന് പറയുന്നത് പുറം ഭാഗത്തിൻ്റെ വീതിയെയാണ് പറയുന്നത്. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ അല്ലെങ്കിൽ അരയുടെ ചുറ്റളവാണ് പറയുന്നത്. ഇത് രണ്ടും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗിർത്ത് മെഷർമെൻറ്റ് ചുറ്റളവാണ്. ഇനി ഹിപ്പ് ഗിർത്ത് എന്ന് പറയുന്നത് ഹിപ്പിൻ്റെ ചുറ്റളവാണ്. ഇതും ഒരു സർക്കംഫറൻസ് അല്ലെങ്കിൽ റൗണ്ട് മെഷർമെൻ്റ് ആണ്. വെർട്ടിക്കൽ ആയിട്ടല്ല, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 280. ഘടകങ്ങളുടെ സാമ്പത്തികമായി ക്രമീകരണം കാണിക്കുന്നത് എന്താണ്? ലേഔട്ട് എന്നത് പാറ്റേൺ പീസുകളെ പീസുകൾ തുണിയുടെ മുകളിൽ ഏറ്റവും കുറവ് തുണി പാഴാകുന്ന രീതിയിൽ ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്നത്.
അതായത് ഒരു വസ്ത്രത്തിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ എല്ലാ പാറ്റേൺ ഭാഗങ്ങളും, മുൻഭാഗം, പിൻഭാഗം, സ്ലീവ്, കോളർ, കഫ് പോലെ തുടങ്ങിയ എല്ലാ പീസുകളും തുണിയിൽ എങ്ങനെ വെക്കണം എന്നതാണ് ലേഔട്ട് തീരുമാനിക്കുന്നത്. ഇനി ഒരു നല്ല ലേഔട്ട് തയ്യാറാക്കിയാൽ 2 പ്രധാന ഗുണങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, ഫാബ്രിക്കിൻ്റെ വേസ്റ്റേജ് കുറയും. രണ്ടാമതായിട്ട് ഉൽപ്പാദന ചെലവ് കുറയും. കൂടുതൽ വസ്ത്രങ്ങൾ അതേ അളവിലുള്ള തുണിയിൽ നിന്ന് നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഔട്ട്ലൈൻ, പ്ലൈ ലേ, സ്റ്റെപ്ഡ് ലൈൻ. ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ ഔട്ട്ലൈനാണ്, പുറം രേഖയാണ് പറയുന്നത്. പ്ലൈ ലേ എന്ന് പറയുന്നത് മുറിക്കുന്നതിന് മുന്നേ, കട്ട് ചെയ്യുന്നതിന് മുന്നേ പല പാളികളായിട്ട്, പല ലെയേഴ്സായിട്ട് തുണീനെ വിരിക്കുന്ന രീതിയാണ് പറയുന്നത്. ഇനി സ്റ്റെപ്ഡ് ലേ എന്ന് പറയുന്നത് വ്യത്യസ്ത നീളങ്ങളുള്ള, പല നീളത്തിലുള്ള ഫാബ്രിക് ലെയേഴ്സ് അല്ലെങ്കിൽ തുണി പാളികൾ പ്രത്യേക രീതിയിൽ വിരിക്കുന്ന ലേ പ്ലാനിങ് രീതിയാണ് സ്റ്റെപ്ഡ് ലേ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാറ്റേൺ മാനിപ്പുലേഷൻ, 281ാമത്തെ ക്വസ്റ്റ്യൻ. പാറ്റേൺ മാനിപ്പുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻസിലെ പാറ്റേൺ മാനിപ്പുലേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം പുഷ്പിൻ ആണ്. പാറ്റേൺ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ബ്ലോക്ക് പാറ്റേണിൽ നിന്ന് വിവിധ ഡിസൈനുകൾ വികസിപ്പിക്കുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡാട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റണമെങ്കിൽ നമ്മളിപ്പം പൈവറ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഡാട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പാറ്റേൺ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റർ പോയിന്റ്, ഒരു കേന്ദ്ര ബിന്ദുവിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ തിരിക്കുക. അപ്പോൾ ഇതിനാണ് പുഷ്പിനൊക്കെ ഉപയോഗിക്കുന്നത്. പുഷ്പിൻ പാറ്റേൺ പേപ്പറിന് ഒരു പോയിന്റിൽ ഉറപ്പിച്ച് പിടിക്കുന്നത് കൊണ്ട് തന്നെ പാറ്റേൺ കൃത്യമായിട്ട് നമുക്ക് തിരിക്കാനും പുതിയ ഡാട്ട് സ്ഥാനങ്ങൾ നിർണ്ണയിക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാറ്റേൺ മാനിപ്പുലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്നാണ് പുഷ്പിൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ബോൾ പിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തുണിത്തരങ്ങൾ താൽക്കാലികമായി പിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഐ പിൻ എന്ന് പറയുന്നത് നമ്മൾ തയ്യൽ അല്ലെങ്കിൽ പാറ്റേൺ മേക്കിങ്ങിൽ ഉപയോഗിക്കുന്നതല്ല. സേഫ്റ്റി പിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തുണികൾ ഇങ്ങനെ താൽക്കാലികമായി കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എലാസ്റ്റിക്കൊക്കെ കടത്താനോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 282. ഡമ്മി ഫോമിൽ സ്റ്റൈൽ ലൈൻ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഡമ്മി ഫോമിൽ സ്റ്റൈൽ ലൈൻ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ട്വിൽ ടേപ്പാണ്. ബ്ലാക്ക് ട്വിൽ ടേപ്പ് അല്ലെങ്കിൽ ഡമ്മി ഫോം അല്ലെങ്കിൽ ഡ്രസ് ഫോം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതിയിലുള്ളൊരു മാതൃകയാണ്. ഡ്രേപ്പിംഗ്, പാറ്റേൺ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫിറ്റിംഗ് പരിശോധന എന്നിവയ്ക്കൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി ഡ്രേപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ ഡമ്മിയിൽ കഴുത്ത്, നെക്ക് ലൈന്, സെൻറ്റർ ഫ്രണ്ട്, സെൻറ്റർ ബാക്ക്, ബസ് ലൈന്, വേസ്റ്റ് ലൈന്, ഹിപ്പ് ലൈന്, പ്രിൻസസ് ലൈൻ തുടങ്ങിയ പ്രധാന രേഖകളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തി വെക്കണം. ഇതിനാണ് നമ്മൾ ബ്ലാക്ക് ട്വിൽ ടേപ്പ് ഉപയോഗിക്കുന്നത്. കറുത്ത നിറമുള്ള ട്വിൽ ടേപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ലൈറ്റ് കളറുള്ള അല്ലെങ്കിൽ ഇളം നിറമുള്ള ഡമ്മിയുടെ മുകളിൽ ഈ രേഖകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ വൈറ്റ് ട്വിൽ ടേപ്പ്, ബാക്കിയുള്ള ഓപ്ഷൻസിലെ വൈറ്റ് ട്വിൽ ടേപ്പ് എന്ന് പറയുന്നത് ട്വിൽ ടേപ്പ് തന്നെയാണെങ്കിലും സാധാരണ ഇളം നിറമുള്ള ഡമ്മിയിൽ ഇത് വ്യക്തമായി കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സ്റ്റൈൽ ലൈൻ മാർക്ക് ചെയ്യാനായിട്ട് ബ്ലാക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മെഷറിംഗ് ടേപ്പ് എന്ന് പറയുന്നത് ശരീര അളവുകൾ എടുക്കാനാണ് ഉപയോഗിക്കുന്നത്. മെറ്റൽ ടേപ്പ് എന്ന് പറയുന്നത് സാധാരണ മെഷറിംഗ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 283. നോച്ച് മാർക്ക് ഉപയോഗിക്കുന്നത് എന്ത് തിരിച്ചറിയാൻ? നോച്ച് എന്ന് പറയുന്നത് പാറ്റേണിൻ്റെ അരികിൽ ചെറിയ വി ആകൃതിയിലും ചെറിയ വരയായിട്ടോ ചെറിയ കട്ടായിട്ടോ നമ്മൾ നൽകുന്നൊരു അടയാളമാണിത്. തുണി മുറിക്കുമ്പോൾ ഈ അടയാളം തുണിയിലേക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും പാറ്റേണിൽ നിന്ന്. തുന്നുമ്പോൾ 2 പാറ്റേൺ ഭാഗങ്ങൾ അല്ലെങ്കിൽ കൃത്യമായി യോജിപ്പിക്കാൻ ഈ നോച്ച് മാർക്ക് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ലീവിന് ആം ഹോളിനോട് അല്ലെങ്കിൽ ഫ്രണ്ടിനെ ബാക്കിനോട്, കോളറിന് നെക്ക് ലൈനിനോടൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ മിസ്മാച്ച് ആവാതെ ശരിയായ സ്ഥാനത്ത് ചേർക്കാനാണ് നമുക്ക് നോച്ച് മാർക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോച്ച് പാറ്റേണിലെ പ്രധാന വിവരങ്ങളും തിരിച്ചറിയൽ അടയാളങ്ങളുമായിട്ടാണ് അല്ലെങ്കിൽ പാറ്റേൺ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഡിസൈൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പോക്കറ്റ്, യോക്ക്, അതുപോലെ പ്ലീറ്റ് അല്ലെങ്കിൽ ഫ്രില്ല് തുടങ്ങിയ ഡിസൈൻ ഘടകങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഗ്രേഡിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പാറ്റേണിനെ പല സൈസുകളിലേക്ക് മാറ്റുമ്പോൾ ആവശ്യമായ വിവരങ്ങളെയാണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് തയ്യൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നോച്ച് തയ്യലിന് സഹായിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം പാറ്റേൺ ഭാഗങ്ങളെ തിരിച്ചറിയുകയും ശരിയായ സ്ഥാനത്ത് യോജിപ്പിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി 284ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് എന്താണ്? ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് ഓപ്ഷനിലെ ഡിസൈൻ പ്രോസസ്സാണ്. ഓപ്ഷൻ സി ഡിസൈൻ പ്രോസസ്സാണ് ആൻസർ.
ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ബ്ലോക്ക് പാറ്റേൺ അടിസ്ഥാനമാക്കി നമ്മൾ പുതിയ വസ്ത്ര ഡിസൈനുകൾ വികസിപ്പിക്കുന്ന ഒരു ഡിസൈൻ പ്രക്രിയയാണ്. ഇതിൽ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ട് വെച്ച് അതിൻ്റെ മേലെ ഡാർട്ട് മാറ്റുക, ഡാർട്ട് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ പ്ലീറ്റുകൾ ചേർക്കുക, ഗ്യാതറിങ് നൽകുക, അല്ലെങ്കിൽ യോക്ക്, പ്രിൻസസ് ലൈന്, പുതിയ നെക്ക് ഡിസൈൻസ് ഒക്കെ നൽകുക, അല്ലെങ്കിൽ സ്ലീവ് ഡിസൈൻസ് ഒക്കെ സൃഷ്ടിക്കുന്നതാണ് നമ്മൾ ഈ ഫ്ലാറ്റ് പാറ്റേൺ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അതായത് ഈ തുണി നെയ്യുന്ന പ്രക്രിയ അല്ലെങ്കിൽ തുണി നെയ്തെടുക്കുന്ന രീതിയോ അല്ല. അതായത് ഓപ്ഷനിൽ വീവിങ് പ്രോസസ്സ്, നിറ്റിംഗ് പ്രോസസ്സ്, കളറിങ് പ്രോസസ്സ് എന്ന് പറയുന്നതൊന്നും ഇതുമായി റിലേറ്റഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 285. സ്ട്രെയിറ്റ് ഗ്രെയിൻ എന്തിനോട് പാരലലാണ്? സ്ട്രെയിറ്റ് ഗ്രെയിൻ എന്ന് പറയുന്നത് എന്തിനോട് പാരലലാണ്? സെൽവെഡ്ജിനോട് പാരലലാണ് അല്ലേ? സ്ട്രെയിറ്റ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നീളത്തിൽ പോകുന്ന നൂലുകളെയാണ് നമ്മൾ വാർപ്പ് നൂലെന്നും പറയുന്നു. ഇതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇനി വീതിയിൽ പോകുന്ന നൂലുകളെയാണെങ്കിൽ നമ്മൾ എന്താണ് വെഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ഗ്രെയിൻ എന്ന് പറയുന്നത് വാർപ്പ് ഡയറക്ഷൻ, അതായത് എപ്പോഴും നീളദിശ എന്ന് പറയുന്നത് സെൽവെഡ്ജിനോട് പാരലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ബയാസ്, വിഡ്ത്ത്, യാണ്. ബയാസ് എന്ന് പറയുന്നത് വാർപ്പിനും വെഫ്റ്റിനും 45 ഡിഗ്രി കോണിൽ പോകുന്ന ദിശയാണ് പറയുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് തുണിയുടെ വീതിയാണ് പറയുന്നത്. യാണ് എന്ന് പറയുന്നത് പൊതുവായി നൂലിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 286. ഡാർട്ട് എക്സസിന്റെ വ്യത്യാസം എന്താണ് വിളിക്കുന്നത്? ഡാർട്ട് എക്സസിന്റെ വ്യത്യാസം എന്താണ് വിളിക്കുന്നത്? ഡാർട്ട് ഇക്വാലന്റ് എന്നാണ് വിളിക്കുന്നത്. അല്ലെ, ഇക്വാലന്റ് എന്താണ്? നമുക്ക് ആദ്യം ഡാർട്ട് എക്സസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു വസ്ത്രം ശരീരത്തിന് കൃത്യമായി ഫിറ്റ് ചെയ്യാൻ ചില ഭാഗങ്ങളിൽ അധികമായി വരുന്ന തുണി മടക്കി തുന്നേണ്ടതായിട്ട് നമുക്ക് വരും. ഈ അധിക തുണിയാണ് നമ്മൾ ഡാർട്ട് എക്സസ് എന്ന് വിളിക്കുന്നത്. ഈ ഡാർട്ട് എക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്ത്രം കൃത്യമായി ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചില ഭാഗങ്ങൾ അധികമായിട്ട് വരുന്ന തുണിയെ മടക്കി തുന്നേണ്ടി വരും. ഈ അധികമായി വരുന്ന എക്സസ് ആയിട്ട് വരുന്ന തുണീനെയാണ് നമ്മൾ ഡാർട്ട് എക്സസ് എന്ന് വിളിക്കുന്നത്. ഈ അധിക തുണി ഒരിടത്ത് ഡാർട്ടായി തുന്നാം, അല്ലെങ്കിൽ അതേ അളവിലുള്ള അധിക തുണിയെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയും ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്യാതറിങ്, പ്ലീറ്റ്, ടക്ക്, ഷിറിങ് തുടങ്ങിയ രൂപങ്ങളിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾക്ക് ഡാർട്ട് നൽകുന്ന അതേ ഫിറ്റിങ്ങിൻ്റെ ഫലം മറ്റൊരു രീതിയിൽ ലഭ്യമാകുന്ന ഈ മാറ്റത്തെയാണ് നമ്മൾ ഡാർട്ടിനോട് തുല്യമായിട്ട് ഡാർട്ട് നമുക്ക് എന്ത് ഫംഗ്ഷനാണോ തരുന്നത്, എന്ത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർട്ട് ഉപയോഗിക്കുന്നത്, അതിന് തുല്യമായിട്ട് നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് അവിടെ ഫിറ്റിംഗ് കറക്റ്റ് ആക്കുന്നതിനെയാണ് ഡാർട്ട് ഇക്വാലന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാർട്ട് എക്സസ് ആയിട്ടുള്ള ആ തുണീനെ നമ്മൾ വേറെ ഏതെങ്കിലും ഡാർട്ടിനോട് തുല്യമായിട്ടുള്ള വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളവിടെ ഡാർട്ട് ഇക്വാലന്റ് എന്ന് പറയുന്നത്. ഡാർട്ട് നൽകുന്ന അതേ ഫിറ്റിങ്ങിന്റെ ഫലം മറ്റൊരു രീതിയിൽ ലഭ്യമാകുന്ന ഈ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാർട്ട് ഇക്വാലന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഡാർട്ട് ഇല്ലാതെയും അതേ അളവിലുള്ള ഫിറ്റിംഗ് ലഭിക്കുന്ന രീതികളാണ് ഈ പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. ഡാർട്ട് പോയിന്റ്, ഡാർട്ട് ലെഗ്, അപ്പെക്സ്. ഡാർട്ട് പോയിന്റ് എന്താണ്? ഡാർട്ടിന്റെ ഏറ്റവും ടിപ്പ്, അഗ്രഭാഗത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഡാർട്ട് ലെഗ് എന്ന് പറയുന്നത് ഡാർട്ടിന്റെ രണ്ട് വശങ്ങളിലുള്ള രണ്ട് ലൈൻസിനെ, രണ്ട് രേഖകളെയാണ്, ആ സ്റ്റിച്ചിങ് ലൈനെയാണ് നമ്മൾ ഡാർട്ട് ലെഗ് എന്ന് പറയുന്നത്. അപ്പെക്സ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏറ്റവും ഉയർന്ന ബസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്നത്. ഇനി 287 ക്വസ്റ്റ്യൻ. പിവറ്റൽ ട്രാൻസ്ഫർ ടെക്നിക് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? പിവറ്റൽ ട്രാൻസ്ഫർ ടെക്നിക് എന്തിനോടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? മാനിപ്പുലേറ്റിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ അല്ലേ? ഡാർട്ട് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റിംഗ് എന്ന് പറയുന്ന വാക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. പിവറ്റ് ട്രാൻസ്ഫർ ടെക്നിക് എന്ന് പറയുന്നത് എന്താണ്? പാറ്റേൺ മാനിപ്പുലേഷനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രീതിയാണ്. ഒരു ബേസിക് പാറ്റേണിലുള്ള ഡാർട്ടിനെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ പാറ്റേൺ ഒരു പുഷ്പിൻ ഉപയോഗിച്ച് ഒരു സെൻറ്റർ പോയിന്റിൽ ഫിക്സ് ചെയ്യും. സാധാരണയായിട്ട് ഈ സെൻറ്റർ പോയിന്റ് അപ്പെക്സ് ആയിരിക്കും. അതായത് ബസ്റ്റിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള പോയിന്റ്, ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുഷ്പിൻ ഉപയോഗിച്ച് നിർത്തുന്നത്. തുടർന്ന് പാറ്റേൺ ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, തിരിക്കുന്നത്. ഇങ്ങനെ തിരിക്കുന്നതിലൂടെ പഴയ ഡാർട്ട് അടയുകയും പുതിയ സ്ഥാനത്ത് ഡാർട്ട് രൂപപ്പെടുകയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഡാർട്ടിന്റെ സ്ഥാനം മാത്രമാണ് മാറുന്നത്. ഡാർട്ടിന്റെ അളവ് അല്ലെങ്കിൽ ഡാർട്ട് ഇൻടേക്ക് മാറുന്നില്ല. ഡാർട്ട് ഇൻടേക്ക് മാറുന്നില്ല, അതുപോലെ ഡാർട്ടിന്റെ അളവ് മാറുന്നില്ല.
അല്ലെങ്കിൽ എന്താണ് ഡാർട്ടിൻ്റെ സ്ഥാനം മാത്രമാണ് മാറുന്നത്. അതുകൊണ്ട് വസ്ത്രത്തിൻ്റെ ഫിറ്റിംഗ് അതേപടി തന്നെ നിലനിൽക്കും. ഡാർട്ട് മാത്രമാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് പാറ്റേൺ മാനിപ്പുലേഷൻ എന്ന പ്രക്രിയയുടെ ഏതാണ് ബേസിക് ആയിട്ടുള്ളൊരു ആശയമാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഗ്യാതറിങ്, ഗേജിങ്, ഷിറിങ്. ഗ്യാതറിങ് എന്ന് പറയുന്ന അധിക തുണി ചെറിയ ചുരുക്കുകളായി കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് നമ്മൾ ഗ്യാതറിങ് എന്ന് പറയുന്നത്. ഗേജിങ് എന്ന് പറയുന്നത് കൈത്തുന്നലിലൂടെ തുല്യ അകലത്തിൽ ഗ്യാതറുകൾ ക്രമപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ ഗേജിങ് എന്ന് പറയുന്നത്. കൈത്തുന്നലിലൂടെ ആ തുല്യ അകലത്തിൽ ഗ്യാതറുകളെ അറേഞ്ച് ചെയ്യുന്ന, ക്രമപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ ഗേജിങ് എന്ന് പറയുന്നത്. ഷിറിങ് എന്ന് പറയുന്നത് പല പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സമാന്തര വരികളായിട്ട് ഇലാസ്റ്റിക് അല്ലെങ്കിൽ സാധാരണ നൂല് ഉപയോഗിച്ച് ഗ്യാതറുകൾ സൃഷ്ടിക്കുന്ന രീതിയാണ് നമ്മൾ ഷിറിങ് എന്ന് പറയുന്നത്. ഈ 3 രീതികളും അലങ്കാരമോ ഫിറ്റിങ്ങിനോ വേണ്ടി വേണ്ട തയ്യൽ ടെക്നിക്കുകളാണ്. എന്നാൽ പിവറ്റ് ട്രാൻസ്ഫർ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവയുമായി ബന്ധപ്പെട്ടതല്ല. അതൊരു പാറ്റേൺ മാനിപ്പുലേഷനോട് ബന്ധപ്പെട്ട ഒരു ടെക്നിക്കാണ്. പാറ്റേൺ മാനിപ്പുലേഷനിൽ പ്രധാനമായിട്ട് 2 രീതികളാണുള്ളത്. സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡും പിവറ്റ് ട്രാൻസ്ഫർ മെത്തേഡും. ഈ 2 രീതികളും ഡാർട്ടിന്റെ സ്ഥാനം മാറ്റുന്നതിനും പുതിയ ഡിസൈൻ വികസിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നതാണ്. അത് ഓർത്ത് വെക്കുക. ഇനി 288ാമത്തെ ക്വസ്റ്റ്യൻ. പാറ്റേൺ വിവിധ സൈസുകളിലേക്ക് പുനരുൽപാദിപ്പിക്കുന്ന ടെക്നിക്ക് ഏത്? പാറ്റേൺ വിവിധ സൈസുകളിലേക്ക് പുനരുൽപാദിപ്പിക്കുന്ന ടെക്നിക്ക് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നമുക്കറിയാം, ഗ്രേഡിങ്. പാറ്റേൺ ഗ്രേഡിങ് ആണല്ലേ. പാറ്റേണിന്റെ സൈസ് മാറ്റുന്ന, പല സൈസുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ പാറ്റേൺ ഗ്രേഡിങ് എന്ന് പറയുന്നത്. ഒരു അടിസ്ഥാന പാറ്റേൺ, അത് ബേസ് പാറ്റേൺ തയ്യാറാക്കിയ ശേഷം അതിനെ വ്യത്യസ്ത സൈസുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാറ്റേൺ ഗ്രേഡിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, 34 സൈസിലുള്ള ഒരു ഷർട്ടിന്റെ പാറ്റേൺ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കരുതുക. അതേ ഡിസൈൻ തന്നെ 36, 38, 40, 42 എന്നിങ്ങനെ വിവിധ സൈസുകളിൽ നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ഓരോ തവണയും പുതിയ പാറ്റേൺ വരയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അതിനു പകരം അടിസ്ഥാന പാറ്റേണിലെ അളവുകൾ കൃത്യമായ കണക്ക് പ്രകാരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമുക്ക് പുതിയ സൈസുകളിലെ പാറ്റേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സാങ്കേതിക വിദ്യയാണ്, അല്ലെങ്കിൽ ഈ ടെക്നിക്കിനെയാണ് നമ്മൾ പാറ്റേൺ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ ഒരേ ഡിസൈൻ വിവിധ സൈസുകളിൽ നിർമ്മിക്കപ്പെടേണ്ടി വരുന്നത് കൊണ്ട് തന്നെ പാറ്റേൺ ഗ്രേഡിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ പാറ്റേൺ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഗാർമെന്റ് കൺസ്ട്രക്ഷനിൽ. ഇന്ന് കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള CAD സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പാറ്റേൺ ഗ്രേഡിംഗ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പാറ്റേൺ മേക്കിംഗ്, പാറ്റേൺ ചേഞ്ചിങ്, പാറ്റേൺ ഡ്രാഫ്റ്റിംഗ്. പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത് പൊതുവായി പാറ്റേൺ തയ്യാറാക്കുന്ന പ്രക്രിയ പറയുന്നതാണ്. പാറ്റേൺ ചേഞ്ചിങ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ ടെക്നിക്കൽ ഒരു വേർഡല്ല, നമ്മളുടെ ഫാഷൻ ഡിസൈനിങ്ങിലുള്ള ഒരു ടെക്നിക്കൽ വേർഡല്ല. ഇനി പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ശരീര അളവുകൾ ഉപയോഗിച്ച് ആദ്യമായിട്ട് നമ്മൾ അടിസ്ഥാന പാറ്റേൺ വരയ്ക്കുന്ന പ്രക്രിയയാണ് പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ പാറ്റേൺ മേക്കിങ്ങിലെ പ്രധാന ഘട്ടങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ആണ് ആദ്യമായിട്ട് വരുന്നത്. ശരീര അളവുകൾ ഉപയോഗിച്ച് അടിസ്ഥാന പാറ്റേൺ തയ്യാറാക്കുന്ന രീതി. പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത് പാറ്റേൺ വികസിപ്പിക്കുന്ന പ്രക്രിയ. പാറ്റേൺ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് പുതിയ ഡിസൈൻ സൃഷ്ടിക്കുന്നത്. പാറ്റേൺ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ പാറ്റേൺ വിവിധ സൈസുകളിലേക്ക് മാറ്റുന്നതിനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 289. ആം ഹോളിന് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്യുന്നത് എന്ത്? എന്താണ് ആം ഹോളിന് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്യുന്നത്? എന്താണ്? ആം ഹോൾ ഫില്ല് ചെയ്യാൻ എന്താണ്? സ്ലീവ് ആണ് അല്ലേ. സ്ലീവ്. ആം ഹോൾ എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ കൈ ഘടിപ്പിക്കുന്ന വൃത്താകൃതിയിലുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ആം ഹോൾ എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ പിന്നീട് സ്ലീവ് തുന്നി ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ലീവിന്റെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിന്റെ സ്ലീവ് ക്യാപ്പ് എന്ന് പറയുന്നത് ആം ഹോളിന്റെ ആകൃതിക്കും അളവിനും കൃത്യമായി യോജിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആം ഹോൾ ചെറുതാണെങ്കിൽ സ്ലീവ് ശരിയായി ഘടിപ്പിക്കാൻ കഴിയില്ല. ആം ഹോൾ വലുതാണെങ്കിൽ സ്ലീവ് ചുളിയുകയോ ഫിറ്റിംഗ് നഷ്ടപ്പെടുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ലീവ് പാറ്റേൺ തയ്യാറാക്കുമ്പോൾ ആദ്യം ആം ഹോളിന്റെ അളവും ആകൃതിയും കൃത്യമായി പരിഗണിച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സ്ലോപ്പർ, സീം, ഷേപ്പ്. സ്ലോപ്പർ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ബേസിക് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു ബേസിക് പാറ്റേണിനെ പറയുന്ന ഒരു പേരാണ് സ്ലോപ്പർ എന്ന്. സീം എന്ന് പറയുന്നത് 2 തുണി കഷ്ണങ്ങൾ അല്ലെങ്കിൽ 2 ഫാബ്രിക് പീസസ് തുന്നിച്ചേർക്കുന്ന രേഖയാണ് സീം എന്ന് പറയുന്നത്. ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പൊതുവായ പദമാണ്, അല്ലാതെ ആം ഹോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡല്ല.
290ാമത്തെ ക്വസ്റ്റ്യൻ HBL എന്നത് എന്താണ്? HBL എന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ. ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ എന്നാണ് HBLന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അതായത് ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ എന്ന് പറയുന്നത് പാറ്റേണിലോ വസ്ത്രത്തിലോ തിരശ്ചീനമായി അല്ലെങ്കിൽ ഹൊറിസോണ്ടലായി വരയ്ക്കുന്ന ഒരു റെഫറൻസ് ലൈനെയാണ് പറയുന്നത്. ഈ ലൈൻ വസ്ത്രം ശരീരത്തിൽ ധരിക്കുമ്പം നിലത്ത്, അതായത് നമ്മുടെ ഫ്ലോറുമായിട്ട് പാരലലായിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി HBL ലൈനിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ ഫിറ്റിംഗ് ശരിയാണോ, വസ്ത്രം ഒരു ഭാഗത്തേക്ക് വലിഞ്ഞു പോകുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനാണിത്. ഉദാഹരണത്തിന് ബസ് ലൈന്, വേസ്റ്റ് ലൈന്, ഹിപ്പ് ലൈന് തുടങ്ങിയ ഭാഗങ്ങളിൽ നമുക്ക് HBL ഉപയോഗിക്കാം. വസ്ത്രം ധരിക്കുമ്പോൾ ഈ രേഖകൾ അല്ലെങ്കിൽ ഈ ലൈൻസ് ഒരു വശത്തേക്ക് പൊങ്ങിയോ ചെരിഞ്ഞോ താഴ്ന്നോ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പാറ്റേൺ ചെക്കിങ്ങിലും ഗാർമെന്റ് ഫിറ്റിങ്ങിലും HBL വളരെ പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് ലൈനാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഹൊറിസോണ്ടൽ ബാലൻസ് ലെങ്ത്, ഹൊറിസോണ്ടൽ ബാക്ക് ലെങ്ത്, ഹൈറ്റ് ബാലൻസ് ലൈൻ എന്ന് പറയുന്നതൊന്നും ഇതിന്റെ ഫുൾ ഫോം അല്ല. 291ാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തിഗത മെഷർമെന്റുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പാറ്റേണുകൾ എന്താണ്? വ്യക്തിഗത മെഷർമെന്റുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പാറ്റേണുകൾ എന്താണ്? പേഴ്സണൽ പാറ്റേൺ, ഒരു പേഴ്സന്റെ അവരുടെ മാത്രം ആയിട്ടുള്ള മെഷർമെന്റ് എടുത്ത് തയ്യാറാക്കുന്ന പാറ്റേണിനെ എന്ത് പറയുന്നു? പേഴ്സണൽ പാറ്റേൺ അല്ലേ? അതായത് പേഴ്സണൽ പാറ്റേൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശരീര അളവുകൾ മാത്രം അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പാറ്റേൺ ആണ്. അതായത് ഒരു വ്യക്തിയുടെ നെഞ്ചളവ്, വേസ്റ്റ്, ഹിപ്പ്, തോളിന്റെ വീതി, കൈയുടെ നീളം, ആം ഹോൾ ഡെപ്ത് തുടങ്ങിയ എല്ലാ അളവുകളും കൃത്യമായി എടുത്ത ശേഷമാണ് ഈ പാറ്റേൺ തയ്യാറാക്കുന്നത്. അല്ലാതെ നമ്മളിപ്പം പാറ്റേണിന്റെ സൈസ് ചാർട്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചാർട്ട് യൂസ് ചെയ്തിട്ടല്ല. ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ടൈലറുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ അവരുടെ അളവെടുത്ത് ബ്ലൗസ് അല്ലെങ്കിൽ ചുരിദാർ തുന്നുമ്പോൾ ടൈലർ തയ്യാറാക്കുന്ന എന്താണ്? പേഴ്സണൽ പാറ്റേൺ ആണ് തയ്യാറാക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബേസിക് പാറ്റേൺ, ഡിസൈൻ പാറ്റേൺ, പ്രൊഡക്ഷൻ പാറ്റേൺ. ബേസിക് പാറ്റേൺ എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്റ്റാൻഡേർഡ് അളവുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഒരു അടിസ്ഥാന പാറ്റേൺ ആണ്. ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡിസൈൻ വികസിപ്പിച്ചെടുത്ത പാറ്റേൺ ആണ്. പ്രൊഡക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? ഗാർമെന്റ് ഫാക്ടറികളിൽ വലിയ തോതിൽ ഉൽപാദനം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 292. ആം ഹോളിൽ കൂടുതൽ കംഫർട്ട് നൽകുന്നത് എന്ത്? ആം ഹോളിൽ കൂടുതൽ കംഫർട്ട് നൽകാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ഗസറ്റ്. ഗസറ്റ് എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ 2 ഭാഗങ്ങൾ ചേരുന്ന സ്ഥലത്ത് കൂടുതൽ ശക്തിയും കംഫർട്ടും അല്ലെങ്കിൽ സൗകര്യവും ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അല്ലെങ്കിൽ ചലന സ്വാതന്ത്ര്യവും നൽകുന്നതിനായിട്ട് ചേർക്കുന്ന ഒരു ചെറിയ തുണി കഷ്ണമാണ് ഗസറ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് ഡയമണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ത്രികോണ ഷേപ്പിലോ അല്ലെങ്കിൽ ചതുരം ആകൃതിയിലോ ഉണ്ടാവാം. അതായത് ഡയമണ്ട് ഷേപ്പിൽ, ട്രയാങ്കിൾ ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പിലും ഉണ്ടാവാം. ആം ഹോൾ ഭാഗത്ത് ഗസറ്റ് ചേർക്കുമ്പോൾ കൈകൾ ഉയർത്താനും താഴ്ത്താനും മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാനും കൂടുതൽ സൗകര്യം ലഭിക്കും. അതുപോലെ തന്നെ കൂടാതെ ആം ഹോളിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെയിൻ, നമ്മളിങ്ങനെ കൈ പൊക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്ട്രെയിൻ, ഒരു വലിവൊക്കെ ഉള്ളത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ വസ്ത്രം ധരിക്കുന്ന സമയത്ത് കൂടുതൽ ഈസി അല്ലെങ്കിൽ സുഖകരമായിട്ടും കംഫർട്ടബിൾ ആയിട്ടും ധരിക്കാനായിട്ട് നമുക്ക് കഴിയും. പ്രത്യേകിച്ച് കുർത്ത, കമ്മീസ്, ഷർട്ട്, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ട്രഡീഷണൽ വസ്ത്രങ്ങൾ എന്നിവയിലൊക്കെയാണ് ഗസറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പ്ലാക്കറ്റ്, പ്ലീറ്റ്, ഗ്യാതറിങ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ പ്ലാക്കറ്റ്, പ്ലീറ്റ്, ഗ്യാതറിങ് എന്താണെന്ന് നോക്കാം. പ്ലാക്കറ്റ് എന്ന് പറയുന്നത് വസ്ത്രത്തിൽ തുറക്കാനും അടയ്ക്കാനുമുള്ള ഭാഗമാണ്. ബട്ടൺ അല്ലെങ്കിൽ സിപ്പ് ഘടിപ്പിക്കാൻ ഇത് അങ്ങനെയൊക്കെ നമ്മൾ ബട്ടണോ സിപ്പോ അങ്ങനെയുള്ള ഫാസ്റ്റനേഴ്സ് ഘടിപ്പിച്ചിട്ടുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. പ്ലീറ്റ് എന്ന് പറയുന്നത് തുണി മടക്കി എക്സ്ട്രാ തുണി നമ്മൾ ഫോൾഡ് ചെയ്ത് ഒരു ഡെക്കറേറ്റീവ് പർപ്പസിനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫുൾനെസ് കിട്ടാനോ വേണ്ടി തുണിയുടെ ഫോൾഡ് സെക്യൂർ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ഗ്യാതറിങ് എന്ന് പറയുന്നത് അധിക തുണി എക്സ്ട്രാ തുണീനെ ചെറിയ ചുരുക്കുകൾ ഉണ്ടാക്കി കൂട്ടിച്ചേർക്കുന്ന രീതിയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 293. വസ്ത്രത്തിൽ പാറ്റേൺ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ടൈലേഴ്സ് ചോക്ക്. ടൈലേഴ്സ് ചോക്കാണ് അല്ലേ? ടൈലേഴ്സ് ചോക്ക് എന്ന് പറയുന്നത് തുണിയിൽ താൽക്കാലികമായ അടയാളങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ചോക്കാണ്. പാറ്റേൺ വെച്ചതിന് ശേഷം അതിന്റെ പുറം രേഖ അല്ലെങ്കിൽ ഔട്ട്ലൈന്, ഡാർട്ട്, പ്ലീറ്റ്, പോക്കറ്റിന്റെ സ്ഥാനം, ബട്ടണിന്റെ സ്ഥാനം, നോച്ച് മാർക്കുകൾ തുടങ്ങിയവ തുണിയിൽ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് ടൈലേഴ്സ് ചോക്ക്.
ടൈലർ സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? തയ്യൽ പൂർത്തിയായ ശേഷം ഈ അടയാളങ്ങൾ നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ, മായ്ച്ച് കളയാനായിട്ട് സാധിക്കും. ടൈലർ സ്റ്റോക്ക് സാധാരണയായിട്ട് വെള്ള, നീല, മഞ്ഞ, ചുവപ്പ് തുടങ്ങി വിവിധ നിറങ്ങളിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ടൈലേഴ്സ് ഹാം, ടൈലേഴ്സ് സ്ക്വയർ, ടൈലേഴ്സ് ഷിയേഴ്സ്. ടൈലേഴ്സ് ഹാം എന്ന് പറയുന്നത് എന്താണ്? തോളുകൾ, ബസ്റ്റ്, സ്ലീവിൻ്റെ ക്യാപ്പ് പോലെയുള്ള വളഞ്ഞ ഭാഗങ്ങൾ അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രസ്സിംഗ് ഉപകരണമാണ് ടൈലേഴ്സ് ഹാം എന്ന് പറയുന്നത്. ടൈലർ സ്ക്വയർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ്, 90 ഡിഗ്രി കോണുകൾ വരയ്ക്കാനും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനും പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ചെയ്യാനൊക്കെയുള്ള ഒരു ഉപകരണമാണ്. ടൈലർ ഷിയേഴ്സ് എന്ന് പറയുന്നത് തുണി മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കത്രികയാണ്, അല്ലേ. ഇനി 294-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ യൂണിസെക്സ് വസ്ത്രം ഏതാണ്? താഴെ പറയുന്നവയിൽ യൂണിസെക്സ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ഒരുപോലെ ഉപയോഗിക്കുന്ന വസ്ത്രം ഏതാണ്? എന്താണ് ഉത്തരം? ചുരിദാർ. ചുരിദാർ എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ധരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഡാൻസ് കോസ്റ്റ്യൂംസ്, നാടക കോസ്റ്റ്യൂംസ്, ക്ഷേത്ര കലാരൂപങ്ങൾ, കഥക്, ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയ ശാസ്ത്രീയ നൃത്തങ്ങളിൽ, അതുപോലെ തന്നെ ചില പരമ്പരാഗത ചടങ്ങുകളിൽ പുരുഷന്മാർ ഇങ്ങനെ ഷെർവാണി പോലെയൊക്കെ അല്ലെങ്കിൽ ചുരിദാർ പോലെയൊക്കെ ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിസെക്സ് ഗാർമെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഫ്രോക്ക്, ഗൗണ്, കമ്മീസ്. ഫ്രോക്ക് പ്രധാനമായിട്ടും പെൺകുട്ടികളും സ്ത്രീകളും മാത്രം ധരിക്കുന്നതാണ്. ഗൗണ് സ്ത്രീകൾ മാത്രം ധരിക്കുന്നതാണ്. കമ്മീസും സ്ത്രീകൾ മാത്രം ധരിക്കുന്ന വസ്ത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 295. വസ്ത്രം ലൂസാക്കാൻ വിടുന്ന മാർജിൻ ഏത്? വസ്ത്രം ലൂസാക്കാൻ വിടുന്ന മാർജിൻ ഏത്? എന്താണ്? ഇൻലേ ആണ് കേട്ടോ ഓപ്ഷനിലുള്ളത്. ഇൻലേ നമ്മൾ രണ്ട് രീതിയിൽ ഈ ഇൻലേ ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെറ്റുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇൻലേ എന്ന് പറയുന്നത് വസ്ത്രം തുന്നുമ്പോൾ സീമിൻ്റെ അകത്ത്. ഇൻലേ എന്ന് പറയുന്നതാണ് വസ്ത്രം തുന്നുമ്പോൾ നമ്മൾ അധികമായി വിട്ടുവെക്കുന്ന തുണിയുടെ ഭാഗമാണ്, അല്ലേ. അധികമായി വിട്ടുവെക്കുന്ന തുണിയുടെ ഭാഗമാണ് ഇൻലേ എന്ന് പറയുന്നത്. ഭാവിയിൽ വസ്ത്രം ലൂസാക്കാനോ അല്ലെങ്കിൽ ചെറിയ അളവിൽ ഓൾട്രേഷൻ ചെയ്യാനോ വേണ്ടി നമ്മൾ വിടുന്ന അധിക മാർജിനാണ് ഇത് ഇൻലേ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ലേ ഔട്ട്, ലേയിങ്, ഫ്രെയിങ്. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ പാറ്റേൺ പീസുകൾ തുണിയുടെ ഏറ്റവും കുറഞ്ഞ, അതായത് തുണി ഏറ്റവും കുറഞ്ഞ രീതിയിൽ തുണിയുടെ വേസ്റ്റേജ് കുറച്ച് നമ്മൾ പാറ്റേൺ പീസുകൾ തുണിയുടെ മേലെ ക്രമീകരിക്കുന്ന രീതിയാണ്, വെട്ടാൻ വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി ക്രമീകരിക്കുന്ന രീതിയാണ് നമ്മൾ ലേ ഔട്ട് എന്ന് പറയുന്നത്. ലേയിങ് എന്ന് പറയുന്നത് മുറിക്കുന്നതിന് മുന്നേ തുണി വിരിക്കുന്ന പ്രക്രിയയാണ് പറയുന്നത്. ഫ്രെയിങ് എന്ന് പറയുന്നത് എന്താണ്? തുണിയുടെ അരികുകളിൽ നിന്ന് നൂലുകൾ അഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 296. ഫാബ്രിക്കിന്റെ നീളവും വീതിയും എന്താണ് വിളിക്കുന്നത്? ഫാബ്രിക്കിന്റെ നീളവും വീതിയും എന്താണ്? ഓപ്ഷൻസിൽ നോക്കുക. ഗ്രെയിൻ എന്നാണ് വിളിക്കുന്നത്, അല്ലേ. ഒരു നെയ്ത്ത് അല്ലെങ്കിൽ വോവൻ തുണിയിൽ നൂലുകൾ 2 ദിശകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് നീളത്തിലുള്ള നൂലുകളെ വാർപ്പ് എന്നും വീതിയിലുള്ള നൂലുകളെ നമ്മൾ വെഫ്റ്റ് എന്നുമാണ് വിളിക്കുന്നത്. ഈ 2 ദിശകളെയും ചേർത്ത് നമ്മൾ പൊതുവായി പറയുന്ന പേരാണ് ഗ്രെയിൻ എന്ന് പറയുന്നത്, അല്ലേ. ഇനി സാധാരണയായിട്ട് നമുക്ക് എത്ര ഗ്രെയിൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 3 തരത്തിലാണ് ഉള്ളത്. ലെങ്ത് വൈസും ക്രോസ് വൈസും ബയാസ് ഗ്രെയിൻ. ലെങ്ത് വൈസ് എന്ന് പറഞ്ഞാൽ സെൽവെഡ്ജിനോട് പാരലായിട്ട് പോകുന്നു. ക്രോസ് വൈസ് എന്ന് പറഞ്ഞാൽ സെൽവെഡ്ജിനോട് കുറുകെ പോകുന്നു. ബയാസ് എന്ന് പറയുന്നത് വാർപ്പിനും വെഫ്റ്റിനും 45 ഡിഗ്രി കോണിൽ പോകുന്ന ദിശയാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഗേജ്, റാപ്പ്, വെഫ്റ്റ് എന്ന് പറയുന്നത് ആൻസേഴ്സ് അല്ല. ഗേജ് എന്ന് പറയുന്നത് നിറ്റിംഗ് മെഷീനുകളിൽ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ്. റാപ്പ് എന്ന് പറയുന്നത് പൊതുവെ പൊതിയുക അല്ലെങ്കിൽ ചുറ്റുക എന്ന അർത്ഥമാണ് വരുന്നത്. വെഫ്റ്റ് എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ വീതിയുള്ള നൂല് മാത്രമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിതിന് ആൻസർ ആയിട്ട് വരാൻ പറ്റില്ല. ഇനി 297-ാമത്തെ ക്വസ്റ്റ്യൻ. വസ്ത്രത്തിൻ്റെ യഥാർത്ഥ വലുപ്പത്തിലുള്ള ഡ്രോയിങ് എന്താണ്? വസ്ത്രത്തിൻ്റെ യഥാർത്ഥ വലുപ്പത്തിലുള്ള ഡ്രോയിങ് എന്താണ്? ഓപ്ഷൻ ഡി, ഡ്രാഫ്റ്റിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശരീര അളവുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അളവുകളെ അടിസ്ഥാനമാക്കി അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പാറ്റേൺ പേപ്പറിൽ യഥാർത്ഥ അളവിൽ അല്ലെങ്കിൽ ഫുൾ സൈസിൽ അല്ലെങ്കിൽ ആക്ച്വൽ സൈസിൽ പാറ്റേൺ വരയ്ക്കുന്ന പ്രക്രിയയാണ്. ഇതൊരു ചെറിയ സ്കെച്ചോ അല്ലെങ്കിൽ ചിത്രമോ അല്ല. വസ്ത്രത്തിൻ്റെ ഓരോ ഭാഗം അതിൻ്റെ എന്താണോ ആക്ച്വൽ ആയിട്ട് വരേണ്ട അളവ് ആ അളവിൽ വരയ്ക്കുന്ന ഡ്രോയിങ് ആണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് ശരിയായി ചെയ്താൽ മാത്രമേ നമുക്ക് പാറ്റേൺ ശരിയായിട്ട് ലഭിക്കുള്ളൂ, അല്ലേ. പാറ്റേൺ ശരിയായാലേ കട്ടിങ് കൃത്യമാവുള്ളൂ. കട്ടിങ് കൃത്യമായെങ്കിൽ മാത്രമേ നല്ല ഫിറ്റിംഗ് ലഭിക്കുള്ളൂ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഡ്രേപ്പിംഗ്, ലേയിങ് ആൻഡ് ഡിസൈനിങ്. ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത് പാറ്റേൺ പേപ്പറിൽ വരയ്ക്കുന്നതല്ല, ഡ്രസ് ഫോം അല്ലെങ്കിൽ ഡമ്മിയുടെ മുകളിൽ നേരിട്ട് തുണി പിൻ ചെയ്ത് ആശയായ ഡിസൈൻ രൂപപ്പെടുത്തുന്ന രീതിയാണ് ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്.
ഇനി ലേയിങ് എന്ന് പറയുന്നത് കട്ടിങ്ങിന് മുൻപ് തുണി ശരിയായി വിരിച്ചിടുന്ന പ്രക്രിയയാണ്. ഡിസൈനിങ് എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ സ്റ്റൈലോ ആകൃതിയോ അല്ലെങ്കിൽ അലങ്കാരം അതൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് രൂപകൽപ്പന ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഡിസൈനിങ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 298ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പണിംഗ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിനെ എന്ത് വിളിക്കുന്നു? ഓപ്പണിംഗ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിനെന്താ വിളിക്കുന്നത്? നമ്മൾ വെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. വെൻറ്റ്, അതായത് വെൻറ്റ് എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് ചലന സ്വാതന്ത്ര്യം, അതല്ലെന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ നൽകുന്നൊരു ഓപ്പണിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഓപ്പണിംഗ് മാത്രമല്ല, അത് രണ്ട് ഭാഗങ്ങളും പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് വെൻറ്റ് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള വെൻറ്റ് കോട്ടുകൾ, ബ്ലേസർ, അതിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ജാക്കറ്റ്, സ്കേർട്ടിൽ, ലോങ് കുർത്തി, ഓവർകോട്ടിലൊക്കെ ഇത് പിൻഭാഗത്തോ അല്ലെങ്കിൽ സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഉണ്ടെങ്കിൽ നടക്കാനും ഇരിക്കാനൊക്കെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? വെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. സ്ലിറ്റ് എന്ന് പറയുന്നത് സാധാരണ കീറലോ ഓപ്പണിങ്ങോ തന്നെയാണ്, പക്ഷെ ഇത് ഓവർലാപ്പ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുർത്തിയിലോ സ്കേർട്ടിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ്, പക്ഷെ ഓവർലാപ്പ് ചെയ്യാത്ത ഓപ്പണിംഗ് ആണിത്. ഇനി വെൽട്ട് എന്ന് പറയുന്നത് പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങിൽ നമ്മൾ അരികുകളിൽ കാണുന്ന ഫിനിഷ്ഡ് സ്ട്രിപ്പാണത് അല്ലേ. ഇനി ബാക്കി ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പീറ്റർ പാൻ കോളർ ഏത് കോളറിൻ്റെ വകഭേദമാണ്? പീറ്റർ പാൻ കോളർ എന്ന് പറയുന്നത് ഏത് കോളറിൻ്റെ വകഭേദമാണ്? ഫ്ലാറ്റ് കോളറിൻ്റെ വകഭേദമാണ് പീറ്റർ പാൻ കോളർ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് കോളറിൻ്റെ വകഭേദമാണ് പീറ്റർ പാൻ കോളർ എന്ന് പറയുന്നത്. അതായത് പീറ്റർ പാൻ കോളർ എന്താണ്, കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു നിൽക്കാതെ അല്ലെങ്കിൽ തോളിലേക്കും വസ്ത്രത്തിൻ്റെ മേൽഭാഗത്തേക്കും പരന്ന് കിടക്കുന്ന, ഫ്ലാറ്റായി കിടക്കുന്ന ഒരു കോളറാണ്. സാധാരണ ഇതിൻ്റെ അറ്റങ്ങൾ വൃത്താകൃതിയിൽ റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് സാധാരണ കുട്ടികളുടെ വസ്ത്രങ്ങൾ, സ്കൂൾ യൂണിഫോമുകൾ, ഫ്രോക്കുകൾ, ബ്ലൗസുകൾ, ലേഡീസിൻ്റെ ടോപ്സിലൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ടെന്നീസ് കോളർ, സ്റ്റാൻഡ് കോളർ, മാൻഡറിൻ കോളർ നോക്കാം. ടെന്നീസ് കോളർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്റ്റൈൽ കോളറാണ്. പീറ്റർ പാൻ കോളറിൻ്റെ വകഭേദമല്ല. അതിങ്ങനെ സ്പോർട്സ് വെയർ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ടീഷർട്ട് പോലെയുള്ള അതിലൊക്കെ കാണുന്നതാണ്. ഈ സ്റ്റാൻഡ് കോളർ എന്ന് പറയുന്നത് കഴുത്തിന് ചുറ്റും നേരെ ഉയർന്നു നിൽക്കുന്ന കോളറാണ്. ചൈനീസ് കോളർ, നെഹ്റു കോളർ അങ്ങനെ പറയുന്ന ഇങ്ങനെ പൊന്തി ഉയരത്തിൽ നിൽക്കുന്നതാണ്. മാൻഡറിൻ കോളർ എന്ന് പറയുന്നത് സ്റ്റാൻഡ് കോളറിൻ്റെ ഒരു വേരിയേഷനാണ്. ഇത് കഴുത്തിൽ ചുറ്റും നിൽക്കും, അതുപോലത്തെ കോളറുകളാണ്. അപ്പോൾ എന്താണ് പീറ്റർ പാൻ കോളർ എന്ന് പറയുന്നത്? ഫ്ലാറ്റ് കോളറിൻ്റെ ഒരു വേരിയേഷൻ ആയിട്ടാണ് വരുന്നത്. ഇനി 300ാമത്തെ ക്വസ്റ്റ്യൻ. സിംഗിൾ വിഡ്ത്ത് ഫാബ്രിക്കിൻ്റെ ഏകദേശം വീതി എത്ര? സിംഗിൾ വിഡ്ത്ത് ഫാബ്രിക്കിൻ്റെ ഏകദേശം വീതി എത്രയാണ്? 92 സെൻറ്റിമീറ്ററാണ്. സിംഗിൾ വിഡ്ത്ത് ഫാബ്രിക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഏകദേശം 92 സെൻറ്റിമീറ്റർ, അതായത് 36 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. പഴയകാലം മുതൽ തന്നെ ഷർട്ടുകൾ, ബ്ലൗസുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ തുടങ്ങിയവ തയ്യാറാക്കാൻ ഈ വീതിയിലുള്ള തുണികളായിരുന്നു വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വിപണിയിൽ നമുക്ക് ഡബിൾ വിഡ്ത്ത് ഫാബ്രിക്കുകൾ ലഭ്യമാണ്. അവയുടെ വീതി എന്ന് പറയുന്നത് സാധാരണ 110 സെൻറ്റിമീറ്റർ, 112, 140, 150 സെൻറ്റിമീറ്റർ തുടങ്ങിയ അളവുകളിലൊക്കെയാണ് ഉണ്ടാവുക. ഇനി ഒരു ഗാർമെൻറ്റ് കട്ട് ചെയ്യുമ്പോൾ തുണിയുടെ വീതി അതായത് നമ്മളിപ്പോൾ പാറ്റേൺ പീസ് ലേഔട്ടൊക്കെ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുക. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള 110, 110 എന്ന് പറയുന്നത് ചില ഡബിൾ വിഡ്ത്ത് ഫാബ്രിക്കുകളുടെ സാധാരണ വീതിയാണ്, സിംഗിൾ അല്ല. 112 ഡബിൾ വിഡ്ത്ത് വിഭാഗത്തിൽ കാണുന്നതാണ്. 132 എന്ന് പറയുന്നത് കൂടുതൽ വീതിയുള്ള ഫാബ്രിക്കുകളുടെ അളവുകളാണ്. ഇനി സിംഗിൾ വിഡ്ത്ത് ഏകദേശം എന്താണ്? 92 സെൻറ്റിമീറ്റർ, അതായത് 36 ഇഞ്ച്. ഡബിൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 110, 112, 140, 150 സെൻറ്റിമീറ്റർ തുടങ്ങിയ വീതികളിലൊക്കെ നമുക്കിത് കാണാറുണ്ട്. അപ്പോൾ 300ാമത്തെ ക്വസ്റ്റ്യനാണിത്. 12ാമത്തെ വീഡിയോ നമ്മളുടെ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പം ഇനിയും നമ്മളുടെ PDF ആവശ്യമുള്ളവർ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് PDF ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഒന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് തരാം. താങ്ക് യു.